സിന്ദൂരരേഖ ഭാഗം 26. രാത്രി ഏകദേശം 10 മണി അടുപ്പിച്ചായിട്ടുണ്ട് ഇരുവരും മുറിയിലെത്തിയപ്പോഴേക്കും. ഒന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം അമ്മാളു അമ്മയെ വിളിച്ചു. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും അമ്മയോടും അനിയനോടും ഒക്കെ സംസാരിച്ചു. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. സമയം നോക്കിയപ്പോൾ 11 മണിയോട് അടുപ്പിച്ചാവുകയും ചെയ്തു. എങ്കിലും ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് ഉറക്കമൊട്ട് വരുന്നുമില്ല. അവൾ ഇടം കണ്ടിട്ട് മനുവിനെ ഒന്ന് നോക്കി. അവൻ പിന്നെ ലാപ്ടോപ്പിൽ കിടക്കുവാണ്. ഇതിനിങ്ങനെ വിശപ്പും ദാഹവും ഇല്ലേന്നാവോ എൻ്റെ ഈശ്വര, അമ്മാളു മനസ്സിൽ ചിന്തിച്ചു. കാരണം ഇത്രയും നേരമായിട്ടും അവൻ വെള്ളവും കുടിക്കുന്നത് കണ്ടില്ല, അവന് വിശക്കുന്നതായിട്ടും തോന്നുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടതും അവനോട് ചോദിക്കാമെന്ന് കരുതി അമ്മാളു അവൻ്റെ അടുത്തേക്ക് നടന്നു. അതെ, എനിക്ക് വിശക്കുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞതും ലാപ്ടോപ്പിൽ നിന്ന് മുഖമുയർത്തി മനു അവളെ ഒന്ന് നോക്കി. പിന്നീട് അവൾ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കിയിരുന്നു. എടോ കാലമാടാ, തന്നോടാ പറഞ്ഞത് എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അവൻ്റെ ആ പെരുമാറ്റം അവളെ ഒന്നാകെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് അവളത് ചോദിച്ചത്. അവൾ തന്നെ അങ്ങനെ വിളിക്കുന്നത് കേട്ടതും മനു അവളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. പോയി പോയി ഇത്രയും നേരം വീരശൂര പരാക്രമിയുടേതുപോലെ അവൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മാളുവിൻ്റെ ധൈര്യമെല്ലാം അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ ചോർന്നു പോയി. എന്താ വിളിച്ചത്? അവൻ്റെ ഗൗരവത്തിലുള്ള ചോദ്യം. അവൻ്റെ ചോദ്യത്തിൽ അമ്മാളു ആകെ പതറിപ്പോയി. തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ. എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നിനുമുള്ളൊരു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ, എന്താ എന്നെ വിളിച്ചതെന്ന്? അത് പിന്നെ മനുവേട്ടാ, അതില്ലേ, അവൻ അത്രയും അടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറയണം എന്ന് കിട്ടുന്നുമില്ല, പറയാൻ ഉദ്ദേശിച്ചതൊന്നും വായിന്ന് വരുന്നതുമില്ല. അങ്ങനെയല്ലല്ലോ നീ കുറച്ചു മുന്നേ എന്നെ വിളിച്ചത്. അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ഒന്നും മിണ്ടിയില്ല. ഉമിനീരിറക്കിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇപ്പോൾ വിളിച്ചത് വിളിച്ചു, ഇനി ഇത് ആവർത്തിച്ച ഒന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ പേര് വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചതുപോലെ വിളിക്കാം. അല്ലാതെ ഇതുപോലുള്ള പേര് വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചുരുട്ടിക്കൂട്ടി ഞാൻ വല്ലയിടത്തും കൊണ്ടുപോയി കളയും നിന്നെ. ഗൗരവത്തിൻ്റെ ശബ്ദത്തിൽ അവളെ നോക്കി അവൻ പറഞ്ഞതും അനുസരണയുള്ള കുട്ടികളെ പോലെ അവൾ അതേപടി തലയാട്ടി കാണിച്ചു. നീ ഇവിടെ വന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്, പോയി എടുത്ത് കഴിച്ചു കിടന്നുറങ്ങാൻ നോക്കിക്കോ. മനു പറഞ്ഞതും ആശ്വാസമായി എന്നതുപോലെ അമ്മാളു നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. അവനോട് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഇനി അങ്ങനെ ചോദിച്ചാൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് പിന്നെ അതിന് നിന്നില്ല. എൻ്റെ സംസ്കൃതി, നിനക്ക് വേലിമേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവമാണ്. ഇപ്പോൾ അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? സ്വയം തലക്കടിച്ചുകൊണ്ട് അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ചപ്പാത്തിയും ദാൽ കറിയുമാണ് അവൻ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഈയൊരു കോമ്പിനേഷൻ കഴിച്ചത്ര ശീലമല്ല. പിന്നെ എന്ത് കുന്തമെങ്കിലാകട്ടെ വിശപ്പടങ്ങാനല്ലേ എന്ന് കരുതി അതിന് 2 ചപ്പാത്തിയും കുറച്ച് കറിയും ഒക്കെ എടുത്ത് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയപ്പോഴും അവനപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുന്നിൽ കിടക്കുവാണ്. ഇനിയും ഒരു യുദ്ധത്തിന് നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാതെ നേരെ മുറിയിലേക്ക് പോയി കട്ടിലിൽ കിടന്നു. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു, എങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സ്ഥലം മാറി കിടക്കുന്നത് കൊണ്ടാകാം എന്ന് കരുതി അമ്മാൾ കുറച്ച് സമയം അങ്ങനെ വെറുതെ കട്ടിലിൽ കിടന്നു. പക്ഷേ എന്നിട്ടും ഉറക്കം വരുന്നില്ല. ആകെ മൊത്തം എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ, എവിടെയൊക്കെയോ ശരീരത്തിൽ വേദന എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആ വേദന കൃത്യമായിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെ. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു നോക്കിയിട്ടും ഉറക്കവും വരുന്നില്ല. വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു വരികയും ചെയ്യുന്നു. കുറച്ചു സമയം കണ്ണടച്ച് കിടക്കാമെന്ന് കരുതി കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നപ്പോൾ പെട്ടെന്ന് വയറിൽ നിന്ന് എന്തോ ഒന്ന് മുകളിലേക്ക് ഉരുണ്ടു വരുന്നത് പോലെ അവൾക്ക് തോന്നി. അങ്ങനെ തോന്നിയ അതേ നിമിഷം തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് അകത്തേക്ക് ഓടി. വാഷ് ബേസിന് അടുത്തെത്തിയപ്പോൾ തന്നെ അതിലേക്ക് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു പോയിരുന്നു. മുറിയിൽ നിന്ന് ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് മനു അങ്ങോട്ട് വരുന്നത്. മുറിയിൽ വന്ന് നോക്കുമ്പോൾ മുറിയിലാകെ ഇരുട്ടുമാണ്. ബാത്റൂമിൽ ലൈറ്റ് കിടക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ അതിനകത്തേക്ക് വന്നു. അകത്ത് വന്ന് നോക്കിയപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്ത് നിന്ന് അമ്മാളു അതിലേക്ക് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹേയ്, എന്തുപറ്റി? മനു വേഗം അവളുടെ അടുത്തേക്ക് വന്നു. പക്ഷേ മറുപടിയൊന്നും പറയാനാവാതെ അവൾ വീണ്ടും ഛർദ്ദിക്കുക തന്നെയായിരുന്നു. അത് കണ്ടതും അവളുടെ പുറത്ത് തടവി കൊടുക്കാമെന്ന് കരുതി മനു കൈ ഉയർത്തിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. എന്നിട്ടും നിർത്താതെ വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ ഉള്ളിലെ മാഞ്ഞു പോകാത്ത ഡോക്ടർ ഉണർന്നിരുന്നു. അവൻ അവളുടെ പുറത്ത് തടവിക്കൊണ്ടിരുന്നു. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം.
എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ മുറിയുടെ അകത്തിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. കുറച്ച് വെള്ളം അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അല്പം ഒന്ന് ആശ്വാസം തോന്നാൻ തുടങ്ങി. മനു തന്നെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് അവളെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി കുറച്ച് ചൂടുവെള്ളവും അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മാളു ഒന്നും മിണ്ടാതെ അവൻ കൊണ്ടുവന്ന് തന്ന വെള്ളമൊക്കെ കുടിച്ച് മിണ്ടാതെ കിടക്കുകയാണ്. ഒന്നും മിണ്ടിയില്ലെങ്കിലും കുറച്ചു സമയം അവൻ അവളെയും നോക്കി അവിടെ തന്നെ ഇരുന്നു. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് കട്ടിലിലേക്ക് കിടന്നപ്പോഴേക്കും അമ്മാളു വേഗം ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു കനം പോലെ തോന്നി അവൾക്ക്. മുറിയിൽ എവിടെയെങ്കിലും അവൻ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. കുറച്ചു നേരം എഴുന്നേറ്റിരുന്ന് കട്ടിലിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന മാറുമെന്ന് കരുതി എഴുന്നേറ്റ് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കാൻ കയറിയിരുന്നത് പോലെ തന്നെ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും തലവേദന മാറിപ്പോയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ അവനെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പുറത്തുള്ള മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെയുമില്ല. കാലമാടൻ എന്നെ ഇവിടെ ഇട്ട് പോയി കളഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ അതേ സമയം തന്നെ എന്തിലോ വന്നവൾ ഇടിച്ചു നിന്നു. അത് ഏതു വിധത്തിൽ പെടുന്ന സാധനമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവൻ്റെ നെഞ്ചിൽ തന്നെ മൂക്കിടിച്ചാണ് അവൾ നിന്നത്. അവനിൽ നിന്നുള്ള പെർഫ്യൂമിൻ്റെ മണവും കൂടാതെ കുളി കഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ നീളൻ മുടിയിൽ നിന്നുള്ള വെള്ളവും അവളുടെ മുഖത്തേക്ക് വന്ന് വീണു. നിന്നോട് ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ച് അവൻ അമ്മാളുവിൻ്റെ കൈ പിടിച്ച് പിന്നിലേക്കൊന്ന് തിരിച്ചു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ വേദന എടുത്തില്ലെങ്കിലും വെറുതെ അവളൊന്ന് അലറിക്കളഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അവൻ അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണോടി, അല്ലെങ്കിൽ ഇന്നലെ ഛർദ്ദിച്ച് കിടന്നില്ലേ, അതുപോലെ ഇരിക്കും. ഓഹോ, അപ്പോൾ മനഃപൂർവ്വം എനിക്ക് ചീത്ത ഫുഡ് വാങ്ങിത്തന്ന് എന്നെ അങ്ങനെ ആക്കിയതാണല്ലേ? അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ ചോദിച്ചു. പക്ഷേ അവൾ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും മനുവിൻ്റെ കണ്ണുകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്ന അവസ്ഥയിലായി. മനസ്സാ വാച അറിയാത്ത കാര്യമാണ് ഇപ്പോൾ അവൾ ചോദിച്ചത്. പിന്നെ എനിക്കതല്ലേ പണി. ആവശ്യമില്ലാത്ത ഭക്ഷണം വലിച്ചു വാരി കുത്തിക്കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു. പിന്നെ കൊള്ളില്ലാത്ത ഇടത്തു നിന്ന് ഭക്ഷണം വാങ്ങി തന്നതും പോരാ, എന്നിട്ട് ഞാൻ കഴിച്ചതിന് കണക്ക് പറയിനി. അമ്മ വിളിക്കട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനെ വെല്ലുവിളിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അവൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചത്. രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അവൻ ഫോൺ എടുത്തുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് നടന്നു. ഉണ്ണിയാണ് വിളിക്കുന്നത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് നേരെ ചെവിയിലേക്ക് വെച്ചു. ഏട്ടത്തി എവിടെ ഏട്ടാ? ഫോൺ എടുത്ത പാടെ ഹലോ പോലും പറയാതെ അവിടെ നിന്ന് അതാണ് അങ്ങോട്ട് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ അവനെ നല്ലത് പറയാനാണ് മനുവിന് തോന്നിയത്. എങ്കിലും സംയമനം പാലിച്ചു. നീ ഇപ്പോൾ ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് എന്നെ വിളിച്ചത്? അതെ. ഇന്നലെ രാത്രി ഏട്ടത്തി വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവൾ ഫോൺ കൊടുത്തില്ല. അതുകൊണ്ടാണ് ഏട്ടനെ വിളിച്ച് ചോദിക്കണമെന്ന് കരുതിയത്. ഓ, അവൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്നലെ അവൾക്ക് വയ്യായിരുന്നു. വല്ലാത്ത വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അലസമായ രീതിയിൽ മനു അങ്ങനെ പറഞ്ഞതും കുറച്ച് സമയം അപ്പുറത്ത് ഒന്ന് നിശബ്ദനായി. ഫോൺ കട്ടായതാണോ എന്നറിയാനായി മനു ഫോണിലേക്ക് നോക്കിയപ്പോൾ കോൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നീട് ചെവിയിലേക്ക് വെച്ചപ്പോൾ അപ്പുറത്ത് ഉണ്ണി പറയുന്ന കാര്യം കേട്ടതും മനു അവിടെ തന്നെ സ്തംഭിച്ച് നിന്നുപോയി. കൺഗ്രാറ്റ്സ് ഏട്ടാ, അപ്പോൾ നിങ്ങൾക്ക് ബേബി വരാൻ പോവാണോ? അപ്പുറത്തു നിന്ന് ഒരു നിമിഷത്തിന് ശേഷം വല്ലാത്ത ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനുവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരുന്ന രീതിയിലായിരുന്നു. എടാ വെയിറ്റ്, ഞാനൊന്ന് പറയട്ടെ. മനു അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോ, യു ആർ സോ ഫാസ്റ്റ് ഏട്ടാ. എന്നാലും സാരമില്ല. ഇതിപ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകുന്നത്. വാവ്. അപ്പുറത്തു നിന്ന് അവൻ്റെ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ശബ്ദം. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി മനു. ഉണ്ണി, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഏട്ടനൊന്നും പറയണ്ട. എല്ലാവരോടും ഞാൻ തന്നെ പറയാം. അമ്മയോട് ആദ്യം പറയാം. അമ്മയ്ക്ക് സർപ്രൈസ് ആവട്ടെ. സ്റ്റോപ്പ് ഇറ്റ് ഉണ്ണി. താൻ പറയുന്നതൊന്നും കേൾക്കാതെ അവന് തോന്നിയ വിധത്തിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ കണ്ടതും അവന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവൻ ശബ്ദമൊന്ന് ഉയർത്തി. അപ്പുറത്തു നിന്ന് വീണ്ടും നിശബ്ദത മാത്രം. മനു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ശബ്ദമുയർത്തിയത് കൊണ്ട് തന്നെ അമ്മാളു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ നോക്കുന്നുവെന്ന് കണ്ടതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ടി വിയിൽ എന്തോ പണിയുകയായിരുന്നു. ഇന്നലെ ഇവൾ കഴിച്ച ഫുഡ് കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വൊമിറ്റിംഗ് വന്നത്. അല്ലാതെ നീ കരുതുന്നത് പോലെയൊന്നുമല്ല. ഡോക്ടറാണത്രേ, ഡോക്ടർ. മനു ആദ്യം കാര്യമായിട്ടും അവസാനം അവനെ കളിയാക്കുന്ന രീതിയിലുമാണ് അത് പറഞ്ഞത്. ഉണ്ണി പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഏട്ടത്തി എവിടെ? അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ടി വിയിൽ എന്തോ പണിതുകൊണ്ടിരിക്കുവാണ്. ശരിയെങ്കിൽ ഞാൻ ഏട്ടത്തിയെ വിളിച്ചോളാം. വേണ്ട, ഞാൻ ഫോൺ കൊടുക്കാം.
ഉണ്ണി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തന്നെ മനു ഫോണുമായി അവളുടെ അടുത്തേക്ക് നടന്നു. ദാ ഉണ്ണി വിളിക്കുന്നുണ്ട് നിന്നെ. അപ്പോഴും ടി വിയിൽ അവൾ എന്തോ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഉണ്ണി അവൾക്ക് ഫോണുമായി വന്നത്. ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവനെ ഒന്ന് നോക്കി അവൾ ഫോൺ കയ്യിലേക്ക് വാങ്ങി. ഹലോ ഏട്ടാ. ഫോൺ എടുത്ത പാടെ അവൾ അവനെ വിളിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.